ഇനി നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്താണെന്ന് നോക്കാം. ഇറ്റ് മീൻസ് യൂസിങ് ദ ഇൻ്റർനെറ്റ് ടു പെർഫോം ബാങ്കിങ് ആക്ടിവിറ്റീസ്. അതായത് ബാങ്കിങ് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ബാങ്കിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യുക, നമ്മൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുക, ബില്ല് പേയ്മെൻറ്റ് നടത്തുക, ഇതൊക്കെ ഓൺലൈനായിട്ടാണ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയാണെങ്കിൽ അതിനെയാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ ബാങ്കിൻ്റെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ സർവീസസ് ഒക്കെ നമുക്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ SBI ഓൺലൈനിൽ ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിന് എക്സാമ്പിളാണ്. മൊബൈൽ ബാങ്കിങ് എന്താ നോക്കാം. മൊബൈൽ ബാങ്കിങ് മീൻസ് യൂസിങ് എ മൊബൈൽ ഫോൺ ഓർ ടാബ്ലറ്റ് ടു പെർഫോം ബാങ്കിങ് ആക്ടിവിറ്റീസ് ത്രൂ എ ബാങ്ക്സ് മൊബൈൽ ആപ്പ് ഓർ SMS സർവീസ്. അപ്പോൾ മൊബൈൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബാങ്കിങ് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു മൊബൈൽ ഫോണോ ടാബ്ലറ്റോ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതിനെയാണ് മൊബൈൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ബാങ്കിൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ SMS സർവീസ് വഴിയൊക്കെ ആയിരിക്കും ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ SBIയുടെ യോനോ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബാലൻസ് ചെക്ക് ചെയ്യുക. അപ്പോൾ എന്താണ്, നമ്മുടെ മൊബൈലിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഫോൺ യൂസ് ചെയ്തിട്ടാണ് ഈ ബാങ്കിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെയാണ് മൊബൈൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം ഓൺലൈൻ ആൻഡ് മൊബൈൽ ബാങ്കിങ്ങിൻ്റെ. ഫസ്റ്റ് വൺ പറയുന്നത് ഇത് കൺവീനിയൻ്റ് ആണ് അല്ലേ. എല്ലാ കസ്റ്റമേഴ്സിനും എന്ത് ചെയ്താൽ മതി, അവരുടെ ഏതൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ ഇവർക്ക് ഈ പേയ്മെൻറ്റും കാര്യങ്ങളും നടത്താവുന്നതാണ്. 24/7 അവൈലബിലിറ്റി ഉണ്ട്. ബാങ്കിങ് അവേഴ്സ് ഒന്നും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ഈസി ആയിട്ട് നമ്മുടെ അക്കൗണ്ട് മോണിറ്റർ ചെയ്യാം. അതായത് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ തന്നെ നമ്മൾക്ക് എത്ര ബാലൻസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ഒരു മന്തിലെ സ്പെൻഡിങ് ഹാബിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്വിക്കായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ട്രാൻസാക്ഷൻസ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ലോവസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് മാത്രമേ ഇതിനാവുന്നുള്ളൂ. നമുക്ക് ബാങ്കിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ബാങ്കിലേക്ക് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഗ്ലോബലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ പറയുന്ന ഓൺലൈൻ ആൻഡ് മൊബൈൽ ബാങ്കിങ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിലൂടെ നമ്മൾ ട്രാൻസാക്ഷൻസ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ സെക്യൂർഡാണ്, സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ ഓൺലൈനായിട്ട് നമുക്ക് ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.